നമസ്കാരം. അമ്മയുടെ വാർത്തകൾ തന്നെയാണ് കേട്ടോ. കാരണം രാവിലെ ഒരു വാർത്ത ചെയ്തു. പുതിയ താൽക്കാലിക കമ്മിറ്റിയിൽ നിന്നും ആശ അരവിന്ദ് രാജിവെച്ചു. ഏറ്റവും വലിയ ബ്രേക്കിംഗ് വാർത്ത നമ്മൾ കൊടുത്തു. പിന്നീട് എല്ലാ ചാനലും ഇത് ഫോളോ ചെയ്തു. അപ്പോൾ ഏറ്റവും ആദ്യം വാർത്ത കിട്ടുന്നത് എനിക്കാണെന്നുള്ളതാണ് എല്ലാവരുടെയും പ്രശ്നം. പക്ഷേ എനിക്ക് തന്നെ കിട്ടാറുണ്ട്. അത് കിട്ടുന്ന എൻ്റെ ഒരു കഴിവാണ്. അത് ആര് എന്ത് പറഞ്ഞാലും അത് എൻ്റെ ഒരു കഴിവാണ്. അല്ലാതെ മറ്റ് ചാനലിൽ പോയിരുന്ന് മറ്റുള്ളവർ പറയുന്നുണ്ട് ഹൈദരലിക്ക് എങ്ങനെ വാർത്ത കിട്ടും. പക്ഷേ എൻ്റെ കഴിവാണ്. ആ കഴിവ് തന്നെ ഞാൻ ഇനി പ്രയോഗിക്കും. ആ കഴിവോടുകൂടി തന്നെ മുന്നോട്ട് പോകും. ഇപ്പോൾ ഇതാ മല്ലിക സുകുമാരൻ, അമ്മയിലെ ഏറ്റവും മുതിർന്ന അംഗം എന്ന് വെച്ചാൽ അമ്മയുടെ അമ്മ എന്ന് പറയുന്ന മല്ലിക സുകുമാരൻ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ശ്വേതാ മേനോന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് രാജി. ആ രാജിയിൽ ചെറിയ വാക്കുകളാൽ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു: സ്നേഹപൂർവ്വം പടിയിറങ്ങുന്നു, അമ്മയിൽ നിന്നും സത്യത്തിനൊപ്പം, ന്യായത്തിനൊപ്പം, ശ്വേതയ്ക്കൊപ്പം എന്ന് മാത്രമാണ് മല്ലിക സുകുമാരൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. ഒന്ന് ആലോചിക്കണം. മല്ലിക ചേച്ചിക്ക് ഇന്നലെ അവിടെ പ്രസംഗിക്കാൻ അവസരം വേണമെന്ന് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് മൈക്ക് നൽകിയത്. ഞാൻ മല്ലിക ചേച്ചിയായിട്ട് സംസാരിച്ചു. മല്ലിക ചേച്ചി പല പ്രാവശ്യം എനിക്കൊന്ന് സംസാരിക്കണം, എന്നെ ലൂസ് ടോക്കർ എന്ന് വിളിച്ച ഒരു സംഭവമുണ്ട്, അതിനെക്കുറിച്ച് എനിക്ക് ചോദിക്കണം. ഇതൊന്നും അവിടെ ഒരു അനുവദിക്കാത്ത നിലയിലേക്ക് വരെ വന്നു. പല ആളുകൾ ഒച്ചയെടുത്തു. പക്ഷേ ശ്വേതാ മേനോന് അതിൻ്റെ രാജി മല്ലിക സുകുമാരന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. ശ്വേതാ മേനോൻ്റെ മാത്രം പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിച്ചത് ശരിയല്ല എന്ന നിലയിൽ കണ്ടെത്തിക്കൊണ്ടാണ് ഇപ്പോൾ മല്ലിക സുകുമാരൻ രാജിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും മല്ലിക ചേച്ചി നമ്മോടൊപ്പമുണ്ട്. മല്ലിക ചേച്ചി ഇപ്പോൾ ഫോണിലാണ് നമ്മോടൊപ്പം ഉള്ളത്. മല്ലിക ചേച്ചി, ഈ ഒരു രാജി എന്തിനായിരുന്നു? ഇപ്പോൾ മല്ലിക ചേച്ചി രാവിലെ നമ്മൾ ഫോണിൽ സംസാരിച്ചു, അപ്പോൾ രാജി വയ്ക്കുന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഫേസ്ബുക്കിലാണ് ഞാൻ കാണുന്നത്. മല്ലിക ചേച്ചിയുടെ ഈ രാജി, അത്തരമൊരു തീരുമാനത്തിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ആ കാരണം മല്ലിക ചേച്ചി ഇന്നലെയും പറഞ്ഞിരുന്നു. മല്ലിക ചേച്ചിക്ക് മൈക്ക് പോലും തരാൻ ഒരു മടിയായിരുന്നു അവിടെ എന്ന് പറയുന്നത് കേട്ടു. എന്താണ് മല്ലിക ചേച്ചി ആ രാജിക്കുള്ള കാരണം? ഒന്ന് വിശദീകരിക്കാമോ? അല്ല, ഉള്ളടക്കം എന്ന് പറയാനായിട്ട് ഞാൻ ഇന്നലെ അവിടെ പോകുമ്പോൾ എൻ്റെ വിചാരം, അവിടുത്തെ സെക്രട്ടറിയെ പിരിച്ചുവിട്ടത് എന്തിന്, എങ്ങനെ, അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സത്യമുണ്ടോ, അയാൾ വോയിസ് മെസ്സേജ് വരെ പോലീസിൽ കൊടുത്തു. പിന്നെ ഇവിടുത്തെ അക്കൗണ്ട്സിനെ പറ്റി ഒരുപാട് ചീത്തപ്പേരുകൾ കേൾക്കുന്നുണ്ട്. ഇതൊക്കെ ശരിയാണ്, ഇതായിരിക്കുമല്ലോ സാധാരണ ജനറൽ ബോഡിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ശരി, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ എനിക്കുണ്ടായിരുന്നു ലൂസ് ടോക്കർ എന്നും പറഞ്ഞ് ആദ്യം തുടങ്ങിയ ആരോപണം എനിക്കെതിരെയായിരുന്നു കുക്കു പരമേശ്വരൻ. ഇത് പറഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ കുക്കുവിനെതിരെ ഒരു ആക്ഷനും എടുക്കാതിരുന്നത്? നിങ്ങൾ ആരും ഒന്നും ചോദിച്ചില്ലല്ലോ. ഇപ്പൊ ഇന്നലെ അവിടെ കിടന്ന് പിന്നെ ഭരതനാട്യം കളിച്ച ഒരുത്തി അന്ന് മിണ്ടിയില്ലല്ലോ. അതുകൊണ്ട് എനിക്ക് ദേഷ്യമുണ്ടെന്നല്ല. അപ്പൊ അങ്ങനെയൊക്കെ ക്ഷമിച്ച് പോട്ടെ, സാരമില്ല എന്നൊക്കെ പറയാമെങ്കിൽ പല കാര്യങ്ങൾക്കും അങ്ങനെ ഒരു നിലപാടെടുക്കാം. പക്ഷെ ഇന്നലെ അവിടെ ചെന്നപ്പോ കണ്ടത് ഇതൊന്നും അവിടെ സംഭവിച്ചില്ല. 10 മണി ഞാൻ ആദ്യം ചെന്നു, അകത്ത് കയറിയിരുന്നു. ഒരു 12 മണിക്ക് ആരണ്ടോ ചേച്ചി, ഞാൻ പറഞ്ഞു ചേച്ചി മറ്റേ അവിടെ ഈ കണക്കിന്റെ ഒക്കെ കാര്യം പറഞ്ഞു തുടങ്ങി. ഞാൻ പറഞ്ഞു അല്ല, ഞങ്ങൾക്കാർക്കും ഇത്ര വന്നില്ലല്ലോ, സാധാരണ ഈ കണക്കയക്കുന്നത്. അയ്യോ അത് ഞാൻ പറഞ്ഞു വെളിയിൽ നിന്ന് കണക്ക് തരുമോ? അവര് ഒരു കോപ്പി വെച്ചിട്ടുണ്ട്. ഞാൻ വാങ്ങി, എനിക്കറിയത്തില്ല, ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആരണ്ട് ഒരു കവറിലിട്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ ഇത് 12:30 കിട്ടി, ഇപ്പൊ 3 വായിച്ചിട്ട് എന്തോ ചോദിക്കാനാ, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു ഞാൻ. അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ രണ്ടാമത് വന്നിട്ട്, അല്ല ചേച്ചി അത് ഒപ്പിട്ടായിരുന്നോ? ഞാൻ അല്ല, ഇവിടെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവരുന്നുണ്ട്, അതിന് അത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ അനുകൂലമായിട്ടുള്ള നിലപാടാണെങ്കിൽ ചേച്ചിക്ക് അതിൽ ഒപ്പിടാം. ഞാൻ എന്നോട് അവർ ഒപ്പിടാൻ പറഞ്ഞില്ല. എന്നോട് ഒപ്പിട്ടത് എനിക്ക് കഴുത്തി കെട്ടി തൂക്കിടുന്ന സാധനം തരാൻ വേണ്ടി ഞാൻ വന്നിട്ടുണ്ട്, എൻ്റെ അറ്റൻഡൻസ് ബുക്കിലാണ് ഞാൻ ഒപ്പിട്ടത് എന്ന് പറഞ്ഞ് കയറി. എന്നോട് ആരും പറഞ്ഞില്ല, സത്യമാണ്, ആരും വിളിച്ചില്ല. പിന്നീടാണ് ഞാൻ അറിയുന്നത് അവിടെ ഒരു ഒപ്പ് ശേഖരണം ഒക്കെ നടന്നെന്നും ഒക്കെ വൈകിട്ടാണ് അറിയുന്നത്. അപ്പോ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഇന്നലെ ഞാൻ കാണുന്നത് പറയേണ്ട ഒരു കാര്യങ്ങളും അജണ്ടയിൽ വെച്ചിട്ടില്ല. അത് വെക്കേണ്ട സെക്രട്ടറി ആയിരുന്നു, വെച്ചില്ല. അന്ന് 10:15 തൊട്ട് ഏതോ ഒരു കണക്കിൽ തുടങ്ങിയിട്ട് 3 മാസത്തെ കണക്ക് കിട്ടിയില്ല. അതുപോലും ശ്വേത ചെയ്യേണ്ടിയിരുന്നത് ആ 10 മാസത്തെ കണക്ക് വെച്ചിട്ട് ഇത് അന്നുള്ള കണക്കാണ്. എന്തിനാ ഒരു ബാങ്കിൽ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലും കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ കഴിഞ്ഞ 3 മാസത്തേത് കഴിഞ്ഞ കമ്മിറ്റി ഞങ്ങൾക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ ആ 3 മാസത്തെ നോക്കരുത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ഓഡിറ്റ് സംഭവം ഉണ്ടാക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അതൊക്കെ പോയിട്ട് അത് കൊടുക്കാത്തതിന്റെ കാരണങ്ങളും അത് കിട്ടാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ഇത് പറ്റിയില്ലെന്നും പറഞ്ഞ് ഈ ഒരു സംഭവത്തിൽ തുടങ്ങിയത് വൈകിട്ട് 4:15 വരെ ആരൊക്കെയോ കയറുന്നു, ആരെയൊക്കെയോ വരട്ടുന്നു, ഇങ്ങോട്ടിറങ്ങുന്നു, അങ്ങോട്ട് കയറുന്നു, ഇങ്ങോട്ടിറങ്ങുന്നു, അങ്ങോട്ട് കയറുന്നു. എല്ലാം കഴിഞ്ഞ് ഈ അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുമായിട്ട് ഒരു ബന്ധമില്ലാത്തവര്, അവർ സെലക്ട് ചെയ്തവരൊക്കെ അവർക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ സ്റ്റേജിൽ കയറ്റുന്നു, തോന്നിയവാസങ്ങൾ എന്തൊക്കെയോ പറയുന്നത് ബൈക്കിലൂടെ. അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ, പിന്നീട് അതൊക്കെ അവരെയൊക്കെ പല റീലിലും ഒക്കെ ഞാൻ കണ്ടു.
പക്ഷേ ഞാൻ പറയുന്നത് അതല്ല ജനറൽ ബോഡി എന്ന് പറയുന്നത്. വഴി എല്ലാവർക്കും കയറി കിടന്ന് മൈക്കിൽ കൂടെ എന്ത് തോന്നിയാസം പറയാനാണോ ജനറൽ ബോഡി വിളിച്ചു കൂട്ടിയത്? ഞങ്ങളൊക്കെ 5 മണിക്കൂർ യാത്ര ചെയ്ത് വന്നതിനാ. അപ്പൊ എനിക്ക് ഫൈനലി എനിക്ക് ഒട്ടും സഹിക്കവയ്യാതെ ഞാൻ ശ്വേതയ്ക്കെതിരെ തന്നെ ശ്വേതയോടെ തന്നെ ഞാൻ രാവിലെ സംസാരിച്ചതാ. ശ്വേതയ്ക്ക് ഒരുപാട് ചില പിഴവുകൾ പറ്റി. അമിത വിശ്വാസമാണോ അതോ ഇതെല്ലാം നേരെയാകുമോ എന്നുള്ളൊരു കോൺഫിഡൻസിലായിരുന്നു, അതെനിക്കറിയില്ല. ഞാൻ ശ്വേത അന്നുള്ള കാര്യങ്ങൾക്ക് അന്നന്ന് വിലക്കി അതിപ്പോ പറഞ്ഞ സെക്രട്ടറിക്ക് അധികാരി അങ്ങനെ അവർ ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ശ്വേത അങ്ങ് ചെയ്യുമോ? ശ്വേത പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഇതെന്താ സംഭവം ചോദിക്കണമായിരുന്നു. ഇനി അതൊക്കെ പോട്ടെ, അവിടെ ചെക്കൊപ്പിടുന്നത് കുക്കു പരമേശ്വരനും ഉണ്ണി ശിവപാലും കൂടെ ആണ്. ഉണ്ണി ശിവപാലം ഒളിവിലാന്നൊക്കെ പറഞ്ഞെങ്കിൽ ആള് പറഞ്ഞ് എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞു ജനറൽ ബോഡി വരെ. അങ്ങനെ ഞാൻ പോയി. പക്ഷെ ഞാൻ എല്ലാം അവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോയത്. അവിടെ കൊടുത്തിട്ടുണ്ടല്ല. ശരി, ആയിക്കോട്ടെ, എന്താന്നുള്ളത് അത് അവർക്കേ അറിയുള്ളൂ. അപ്പൊ കണക്കിന്റെ കാര്യം കുക്കുവിന്റെ കയ്യിലുള്ള 10 മാസത്തെ കണക്ക് കുക്കുവിനെ അവതരിപ്പിക്കായിരുന്നല്ലോ. അല്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്ക് ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാറുണ്ടല്ലോ, ഇത്ര രൂപ നമുക്ക് വന്നു, ഇത്ര രൂപ ചെലവായി, ഇന്നതിന്നതിനൊക്കെ. ഞാൻ ആകെ 2 ചോദ്യങ്ങൾ പറഞ്ഞു. ഒന്ന് ഞാൻ ചോദിച്ചു എന്തുകൊണ്ട് ന്യൂസ് ടോക്കർന്ന് വിളിച്ചു, എനിക്ക് അതിന്റെ ഉത്തരം കിട്ടണം. പിന്നെ ഒരു ചാരിറ്റി ഓർഗനൈസേഷൻ ഡൊണേഷനായിട്ട് തന്നതാണ്, അത് മമ്മൂക്കിനോട് വിളിച്ചു ചോദിച്ചപ്പോൾ മമ്മൂക്ക പറഞ്ഞു ഡൊണേഷൻ ആണെങ്കിൽ സ്വീകരിക്കുക, അല്ലാതെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. അദ്ദേഹം പറഞ്ഞത് ശരി. അപ്പോൾ സ്വീകരിച്ച പൈസ ഒരു ചാരിറ്റി ഓർഗനൈസേഷനായ അമ്മ ഡിന്നർ കൊടുത്ത് ചെലവാക്കാനുള്ളതല്ല. അത് ആ മന്ത്രി പോലും അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇല്ലെങ്കിൽ അദ്ദേഹം അത് സ്വീകരിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അതിന്റെ നിയമം. എന്തെങ്കിലും ആയിക്കോട്ടെ, അത് കഴിഞ്ഞ സംഭവം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും അവിടെ പറയുന്നില്ല, കണക്കില്ല, പൈസയില്ല, ഒന്നുമില്ല. ഇവിടുത്തെ അവസാനം എല്ലാം കൂടെ കഴിഞ്ഞിട്ട് ഒരു കമന്റ് അവിടെ വന്നു. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം 3 മാസത്തെ കാശ് ഞങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ നിങ്ങൾ BJP സ്ഥാനാർത്ഥികളെ ഓരോരുത്തരെന്നോ പറഞ്ഞിട്ട് ഈ പാർട്ടിയുടെ വേണ്ടി നിന്നവരല്ലേ എത്ര രൂപ വാങ്ങിച്ചില്ലെന്നൊക്കെ. സത്യം പറയുകയാണെങ്കിൽ ഇല്ല, മാലപ്പടക്കത്തിന് തീ കൊടുത്തതുപോലെ ശ്വേത ഇറങ്ങി ഒരു പോക്ക് പോയത് അപ്പോഴാണ്. വലിയ വിഷമത്തോടുകൂടി തന്നെയാണ് ആ സ്ത്രീ പോയത്. ഇതിന് ഞാൻ ഇനി ഉത്തരം പറയുന്നില്ല. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഈ സംഘടനയിൽ നിൽക്കുന്നുമില്ല. ഇത് ഞാൻ കോടതിയിൽ ചോദിച്ചോളാം എന്നും പറഞ്ഞാണ് ശ്വേത ഇറങ്ങിപ്പോകുന്നത്. അത് കണ്ടപ്പോൾ എനിക്കൊരു വിഷമം തോന്നി. അതവിടെ പറയേണ്ട ഒരു പോയിന്റ് അല്ല വാസ്തവത്തിൽ. ശരിയല്ല. കാരണം എന്താ വെച്ചാല് ഇതിലും വലിയ തെറ്റുകൾ ചെയ്ത മഹതികൾ കാലും കയറ്റി വെച്ച് കൈയും കെട്ടി ചുമ്മാതെ മിണ്ടാതോണ്ടിരിക്കുന്നു. അവരെ സപ്പോർട്ട് ചെയ്ത ഏതൊക്കെയോ ചില പെൺപിള്ളേർ കിടന്ന് വർത്തമാനം പറയുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥം? അതൊന്നും ശരിയൊന്നും അല്ല. ആരായാലും ശരി. അങ്ങനെ വന്നപ്പോൾ എനിക്ക് മൊത്തത്തിൽ ഇന്നലെ രാത്രി വന്നപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ച പിള്ളേർ ഇനിയിപ്പോൾ ഈ പേര് പറഞ്ഞ് അമ്മയുടെ ആയിരിക്കും. ചുമ്മാ ഇരുന്ന അമ്മയ്ക്ക് ഇതേ ഉള്ളൂ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, അത് തീർച്ചയായിട്ടും അത് അമ്മയുടെ തീരുമാനമാണ്. പക്ഷെ അതിനെ കുറിച്ചൊക്കെ അമ്മ അധികം സംസാരിക്കാൻ നിൽക്കണ്ട. ഞാൻ മോനെ എനിക്ക് വലിയ പ്രയാസം തോന്നി. കാരണം നമ്മളൊക്കെ ഇനി അതെല്ലാം കഴിഞ്ഞ് എനിക്ക് വിഷമം തോന്നിയത് 2 ചോദ്യങ്ങൾ ചോദിച്ച എൻ്റെ കയ്യിൽ നിന്നും പിന്നെ ഒരു അമ്മ ഭാരവാഹി അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞത് പിന്നെ വന്ന് ആ മൈക്ക് അങ്ങ് വാങ്ങിച്ചു. ഞാൻ എന്തേ അല്ല അത് പിന്നെ കുറച്ച് നേരത്തേക്ക് മൈക്ക് എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു. ആര് പറഞ്ഞു എന്ന് പറഞ്ഞ പേര് പറഞ്ഞില്ല. പുള്ളി തിരിച്ചോട്ട് അങ്ങ് പോയി. അപ്പൊ എന്റെ ഇടതുവശത്തിരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്ന ആ കുട്ടിയുടെ പേര് ധന്യോ. അയ്യോ മൈക്ക് അവിടെ എന്റെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയും തൊട്ട് കുറച്ച് നേരത്തേക്ക് മൈക്ക് ഒന്ന് സംസാരിക്കണ്ട, ആരും ഒന്നും ചോദിക്കണ്ട. അതെന്താ ഒക്കെ പറഞ്ഞു. അപ്പൊ അവരൊക്കെ കുറച്ച് ഈ പറഞ്ഞതിൻ്റെ തൊട്ട് അവര് എല്ലാവരും ചില ഇതിനെ വളരെ പ്രതികൂലമായിട്ട് എഴുന്നേറ്റ് നിന്ന് എനിക്ക് സ്റ്റേജിൽ കയറാൻ വയ്യ. അറിയാമല്ലോ ഹൈദരാബാദിക്ക് ഞാൻ ഈ 5-8 പടി എനിക്ക് കയറാൻ ബുദ്ധിമുട്ടുള്ളത് എത്രയോ കാലമായിട്ട് എല്ലാവരും കാണുന്നതാ. ഞാൻ പറഞ്ഞു എനിക്ക് പടി കയറി അങ്ങ് വരാൻ വയ്യ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ലാസ്റ്റ് ഇതെല്ലാം പറഞ്ഞിട്ട് കാര്യങ്ങളോട് കടക്കാനാണ് ഞങ്ങളൊക്കെ വന്നത്. അത് നടന്നില്ല. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ചോദിച്ച് ഞാൻ അവസാനിപ്പിച്ചു. അപ്പോഴാണ് ഈ പറയുന്ന പോലെ മൈക്ക് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് എല്ലാം ഒന്ന് ശരിയാക്കി കുറെ പേര് വരുന്നു. അപ്പൊ ലക്ഷ്മിപ്രിയ നല്ല കുട്ടിയാന്നല്ല, അവരുടെ സംസാരം കേട്ടാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും, സത്യം തന്നെയാണ്. പക്ഷേ നമുക്ക് ആരുടെയൊക്കെ മറുപടിയാ കേൾക്കേണ്ടത്? അൻസിബ എന്തായിരുന്നു അൻസിബയുടെ വിഷമം പറഞ്ഞു, ക്ലിയർ ആയിട്ട് പറഞ്ഞു. നീ എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഈ കൊച്ചിനെതിരെ കേസ് കൊടുത്തത് എന്ന് അടുത്തത് പറയേണ്ടത് ലക്ഷ്മിപ്രിയ. അത് സംസാരിക്കാൻ പാടില്ല. പക്ഷെ അതിനെ ചീത്ത വിളിച്ച് സംസാരിക്കുന്നവർക്ക് എല്ലാം മറ്റി കൂടെ സംസാരിക്കാം. അപ്പൊ നീനാക്കുറിപ്പാണെ ഇട്ടോ ഒരു 10 സെക്കൻഡ് ഒരു കരച്ചിൽ, പിന്നെ ഒരു പ്രസംഗവും. ഇതേ നീനാക്കുറിപ്പല്ലേ ഈ മെസ്സേജ് ഫോർവേഡ് ചെയ്തതും സെക്യൂരിറ്റിയുടെ കാര്യങ്ങളും. അപ്പൊ ഒന്നും ഈ പൊട്ടിക്കരച്ചിൽ നീനയ്ക്ക് തോന്നിയില്ലേ ഞാൻ കാണിക്കുന്ന ഒരു വൃത്തികെട്ട പരിപാടിയാണെന്ന്? അത് ചെയ്തിട്ടില്ലെങ്കിൽ നീന അവിടെ പറയണ്ടേ ഞാനിതൊന്നും അറിഞ്ഞതല്ലെന്ന് നീന പറയണമായിരുന്നു. അത്രയും സങ്കടമുള്ള ആളാണെങ്കിൽ എന്നെ കുറിച്ച് ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞു. ഞാനിതൊന്നും അറിഞ്ഞിട്ടില്ല, കേട്ടില്ല, ആ സബ്ജക്റ്റ് വിട്ടു. അപ്പൊ അതിലോട്ടൊന്നും കടക്കാതെ
ഒരു ബന്ധവുമില്ലാതെ അവിടെ വന്നിരിക്കുന്ന അംഗങ്ങൾക്ക് കേൾക്കാൻ ഒരു താല്പര്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഏതാണ്ട് ഇത്രയും നേരം കൊണ്ടുപോവുകയും അവസാനം എല്ലാം കൂടെ ചേർത്ത് ശ്വേത പാർട്ടിക്ക് വേണ്ടി ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി കൈക്കൂലി വാങ്ങിച്ചെന്നൊക്കെയുള്ള ഒരു മട്ടിൽ പറഞ്ഞപ്പോൾ അത് ശരിയല്ല. അത് അത്രയും വൃത്തികെട്ട രീതിയിലൊക്കെ ഒരു താരസംഘടന അധപ്പതിക്കുമ്പോൾ ഞങ്ങളെപ്പോലെ വയസ്സായുള്ളവർക്ക് അതിൽ നിന്ന് മാറി നിൽക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഞാൻ ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ്. എനിക്ക് അത് ബുദ്ധിമുട്ടാണ് അവിടെ നിൽക്കാൻ. ഇന്ന് രാവിലെ ചേച്ചിക്ക് കൂടുതൽ വേദന ഉണ്ടായ ഒരു ചാനലിൽ ഒരാൾ പോയി സംസാരിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ ഏതോ ഒരു ചാനൽ കണ്ടപ്പോൾ നമ്മുടെ മാലാ പാർവതി അല്ലേ, അവൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ആരും മിണ്ടാത്തത് അവിടെ എല്ലാവരും. ഞാനിപ്പോ മാലാ പാർവതിയോട് ചോദിച്ചു, മാലയോട് ചോദിച്ചു, ഞാൻ നേരിട്ട് ചോദിച്ചു, അവിടെ ഇരുന്ന സ്ത്രീകൾ ആരും മിണ്ടിയില്ലല്ലോ, അവരെല്ലാം കണ്ണുനീരോട് കൂടി കേട്ടോണ്ടിരുന്നല്ലോ. അത്ര ഞാൻ അൻസിബയ്ക്ക് സംസാരിക്കാൻ അറിയാൻ വയ്യാന്ന് ഇവിടെ ആരെങ്കിലും പറഞ്ഞോ? പക്ഷെ മാലാ പാർവതി ഒരു കാര്യം അറിയാതെയാണ് ആ കമന്റ് പറഞ്ഞത്. മൈക്ക് പിടിച്ച് വാങ്ങിച്ചിട്ട് ആരെവിടെ സംസാരിക്കണമെന്ന് അത് അറിഞ്ഞിട്ടില്ല. ആ കുട്ടി അങ്ങനെ സൈഡ് നിൽക്കുക, അവരുടെ ഒരു കോർഡിനേറ്റർ ആയിട്ടെന്നുള്ള മട്ടില് ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ലേ ധരിക്കുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടാ. എന്തുകൊണ്ട് ആരും മിണ്ടിയില്ല? പിന്നെ അത് അടുത്ത് ബാബുരാജ് പറയുന്നത് കേട്ടു, അവരുടെ മറുപടി കേട്ട് പൊട്ടിക്കരഞ്ഞു പോകുന്നൊക്കെ. ഞാൻ അവിടെ ആരും കരയുന്നത് കണ്ടില്ല. നാൻസിമ സംസാരിച്ചപ്പോഴും പൊട്ടിക്കരഞ്ഞില്ല, നീനാക്കുറുപ്പ് സംസാരിച്ചപ്പോഴും പൊട്ടിക്കരഞ്ഞില്ല, ശ്വേത സംസാരിച്ചപ്പോഴും പൊട്ടിക്കരഞ്ഞില്ല. അവിടെ ആരും എല്ലാവരും കേട്ടോണ്ടിരുന്നതേ ഉള്ളൂ. പിന്നെ കൈപൊക്കലും താക്കലും ഒക്കെ പൊക്കണമെന്നുള്ളവർ പൊക്കിയിട്ടില്ല, പൊക്കണ്ടെന്നുള്ളവർ പൊക്കുന്നു. അതൊക്കെ അവിടെ നടക്കുന്നതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്താണെന്നൊക്കെ ഉള്ളത് എന്നെ പോലെ 54 വർഷമായിട്ട് ഇവിടെ നിൽക്കുന്നവർക്ക് അറിയാം. അതിനെക്കുറിച്ചൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഏതായാലും കാര്യങ്ങൾ അറിയാതെയാണ് കുറച്ചൊക്കെ മാലാ പാർവതി ഇന്ന് രാവിലെ പറഞ്ഞത്. അത് ശരിയല്ല, അതാ പറഞ്ഞത് ശരിയല്ല. അത് അവരതിനെ കാട്ടി എടുത്തു പിടിച്ച് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയാനായിട്ട് എന്തറിഞ്ഞില്ല. അപ്പൊ ഇങ്ങനെ നുണകൾ പ്രചരിപ്പിക്കാൻ കുറെ മീഡിയ നമുക്ക് സത്യാവസ്ഥ എന്താണെന്ന് അന്വേഷിച്ചൂടെ? ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി നിങ്ങൾ സ്ഥാനാർത്ഥികളെ കൊടുത്ത് കാശ് വാങ്ങിച്ചില്ലെന്ന് ചോദിച്ചാൽ ആരാണ് പിന്നെ അതിനകത്തിരിക്കുന്നത്? അഭിമാനമുള്ള ഏതെങ്കിലും ഒരു തിരിക്കോടെ? അല്ലെ പിന്നെ എന്തായാലും സാരമില്ല. ഈ പറഞ്ഞതിൻ്റെ തൊട്ട് നിങ്ങൾക്ക് അടക്കമുള്ളവർക്ക് അറിയാമല്ലോ, എത്രയോ പരസ്യമായിട്ട് മീഡിയകളുടെ മുമ്പിൽ നിന്ന് കുക്കുവിനെ അടക്കം പണ്ട് മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ചീത്ത വിളിച്ചിട്ടുള്ള നടികളുണ്ട് ഇപ്പൊ അവിടെ. അവരൊക്കെയല്ലേ ഇപ്പൊ നിലപാട് മാറ്റി സംസാരിക്കുന്നത്. അത് സംസാരിച്ചോട്ടെ, അത് അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അഭിപ്രായങ്ങളില്ല, പരാതിയില്ല, പരിഭവവും ഇല്ല. പക്ഷേ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് എല്ലാവരും കൂടെ കിടന്ന് ചാടിയാൽ, പ്രത്യേകിച്ച് മാലയൊക്കെ കുറച്ചൊരു കാര്യങ്ങൾ അനലൈസ് ചെയ്ത് മീഡിയയോടെ സംസാരിക്കുന്ന രീതിയുണ്ട് മാലാ പാർവതിക്ക്. അപ്പൊ ഒന്ന് അന്വേഷിക്കണം എന്തുകൊണ്ടാണ് ആരും മിണ്ടാത്തത്. മാല അറിഞ്ഞിട്ടില്ലല്ലോ മൈക്ക് പിടിച്ച് വാങ്ങിച്ചുകൊണ്ട് പോയ കാര്യം ഒക്കെയാണ് നമുക്കൊക്കെ. അപ്പൊ അത് വേണ്ട. അത് എനിക്ക് ഈ പറഞ്ഞതിന്റെ തൊട്ട് എന്നെ ഇനി അയ്യോ ഈ സ്ത്രീയെ ഇനി പഠിച്ച വേണ്ട. ഈ അങ്ങനെ പണം തന്നില്ലെങ്കിൽ എനിക്ക് ആരോടും സങ്കടവും ഇല്ല. ആഹാ ഇവിടെ അഭിനയിച്ചുകൊണ്ട് ഓടി നടന്ന് അഭിനയിച്ച കാലത്തെ അവര് വേണ്ട എന്ന് പറഞ്ഞവരുണ്ടല്ലോ നടന്മാര്, എനിക്കറിയാമല്ലോ, തെളിവ് സഹിതം അറിയാം. എന്നെ വിളിച്ചിട്ട് ചേച്ചി സോറി എന്ന് പറഞ്ഞിട്ടുള്ളവരില്ലേ? അതിനെന്താ കുഞ്ഞ്, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, ആരും കൂടെ അഭിനയിക്കണം എന്നുള്ളത്. അത് കുഴപ്പമില്ല, ഒന്നും വിടും, അത്രേ ഉള്ളൂ. അതിൽ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിച്ച് നമുക്ക് സത്യത്തിനെതിരെ കണ്ണടയ്ക്കാനൊന്നും എനിക്ക് ബുദ്ധിമുട്ടാണ്. എന്റെ സ്വഭാവം അതാണ്, അതുകൊണ്ടാണ്. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, താങ്ക് യു ചേച്ചി. നിങ്ങളെ വെറുതെ വിട്ടില്ല കേട്ടോ. ഇന്നലെ അവിടെ ഭയങ്കര പറയുന്നുണ്ടല്ലോ ഹൈദർ അലി ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ. ഞാൻ ചോദിച്ചു ഹൈദർ അലി നിങ്ങളുടെ കൂടെ മുറിക്കകത്തുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ. എന്തൊക്കെയാണോ എന്തോ എനിക്കറിയാം. വാർത്ത കിട്ടിയാൽ കൊടുക്കുക. ഞാൻ ഉള്ളതുകൊണ്ടായിരിക്കും ചേച്ചിയൊക്കെ പല സംഭവങ്ങളും അറിഞ്ഞിരിക്കുന്നത്. അതാ സത്യം. ഞാന് അല്ല, അത് ഞാൻ മാത്രമല്ല, ഈ പറഞ്ഞ മാലാ പാർവതി പറഞ്ഞല്ലോ, കുറെ കാലങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ വർത്തമാനങ്ങളും അറിയുന്നത് സോഷ്യൽ മീഡിയ. സത്യമാണ്, ഒരു പ്രശ്നം നടന്നാൽ പോലും ഒരാള് നമ്മളെ ഫോണിൽ വിളിക്കുകയോ ഒരു കത്തയക്കുകയോ ചെയ്യാറില്ല. ഞങ്ങൾ വൈകുന്നേരം ചാനലിൽ വെക്കുമ്പോൾ നിങ്ങളെ പോലുള്ളവർ അയ്യോ ഇതെപ്പോഴായിരുന്നു എന്നൊക്കെ നമ്മൾ അപ്പോഴാണ് അറിയുന്നേ. ഇതാണ് സംഭവം. ഞാൻ ഈ വീട്ടിലിരിക്കുന്നതുകൊണ്ട് കാണും, ബാക്കിയുള്ളവരൊക്കെ നിരന്തരം ജോലിക്ക് പോകുന്നതുകൊണ്ട് അവരാരും അറിയുന്ന പോലും ഇല്ല. ഇതാണ് സത്യം. എന്തായാലും മല്ലിക ചേച്ചിയുടെ പ്രതികരണം ഇതാണ്, മനസ്സിലായില്ലേ? മല്ലിക ചേച്ചി പറയുന്നതിൽ അടിസ്ഥാനമുണ്ട് എന്നത് കാര്യം സംശയമില്ല. ഇങ്ങനെ രാജികൾ തുടരുകയാണ്. ഈ സംഘടനയിൽ മുതിർന്ന അംഗങ്ങൾ വരെ രാജിവെക്കുന്നുണ്ടെങ്കിൽ അത് വലിയ പിടിപ്പുകേട് തന്നെയാണ്. ഇത് മുതിർന്ന താരങ്ങൾ ഇടപെട്ടേ മതിയാവും. മുതിർന്ന താരങ്ങൾ ഇടപെടണം. എനിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ അറിഞ്ഞത്, ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല. യുവതലമുറയിലുള്ള ആളുകൾ എല്ലാവരും കൂടി ഒരു നേതൃത്വത്തിലേക്ക് വരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് വലിയ ഗൗരവമായിട്ട് ചർച്ച നടന്നത്. പക്ഷേ അതൊന്നും എങ്ങും എത്തിയിട്ടില്ല. ഇനി അത്തരമൊരു രീതി ഉണ്ടാകുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഇപ്പോൾ മല്ലിക ചേച്ചി രാജിവെച്ചിരിക്കുന്നു, ശ്വേതാ മേനോൻ രാജിവെച്ചു. ഇന്നലെ രാത്രി ഫേസ്ബുക്കിൽ കുറിപ്പിട്ട് ലക്ഷ്മിപ്രിയ വന്നിരുന്നു. ലക്ഷ്മിപ്രിയ രാജിവെക്കുന്നു. ലക്ഷ്മിപ്രിയ അതിനകത്ത്
വലിയ രീതിയിലുള്ള കുറിപ്പാണിത്. എൻ്റെ രാജ്യം 3 പേർക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. അത്തരം ഒരു രാജിവെച്ച് ഞാൻ മരിച്ചാൽ പോലും ആരും എൻ്റെ ബോഡി കാണാൻ വരരുത് എന്നും കൂടെ പറഞ്ഞ് ഒരു റീത്ത് പോലും വെക്കാൻ വരരുതെന്നാണ് ലക്ഷ്മിപ്രിയ പറഞ്ഞത്. എന്തായാലും ഇങ്ങനെ രാജികൾ ഓരോ ദിവസം കൂടുന്നു. നേരത്തെ പറഞ്ഞില്ല, ഇന്നലെ ഉണ്ടായ താൽക്കാലിക കമ്മിറ്റിയിൽ നിന്ന് ഒരു രാജി ആദ്യം ഉണ്ടാവുന്നു. ഇന്നലെ രാത്രിയാണ് ആ രാജി ഉണ്ടായത്. ഞാൻ രാവിലെ തന്നെ വാർത്ത ചെയ്തു. ആ വാർത്തയ്ക്ക് പിന്നിൽ എല്ലാ ചാനലുകാരും ഓടുന്നു. ഇവിടെയും ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നു, ചില ചാനലുകാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എനിക്കങ്ങനെ വാർത്ത കിട്ടുന്നുവെന്ന്. നിങ്ങൾക്ക് കിട്ടാത്തപ്പോൾ നിങ്ങൾക്ക് പൊളിക്കും, എനിക്ക് കിട്ടുമ്പോൾ ഞാൻ വാർത്ത ചെയ്യും, പിന്നെ അതിൻ്റെ പിന്നിൽ നിങ്ങൾ മൂടും. അത് ഒരു അമ്മയുടെ ഒരു അംഗം വന്നിട്ട് ഇന്നും പറയുന്ന കേട്ടൊരു ചർച്ചയ്ക്ക് ഞാൻ കേസ് കൊടുത്തിരിക്കുക. കേസ് കൊടുക്കണം. നിങ്ങൾ വാർത്ത അവിടെയൊക്കെ കൊടുക്കുന്നുണ്ട്, നിങ്ങളും അന്വേഷിക്കണം. ഞാൻ എവിടെയൊക്കെ എനിക്കാർക്ക് വാർത്ത തന്നെ എനിക്കും അന്വേഷിക്കണം. അത് മല്ലിക സുകുമാരൻ അതിന് മറുപടിയും കൊടുത്തു. ഹൈദരാലിക്ക് വാർത്ത കിട്ടുന്ന അടച്ചിട്ട റൂമിൽ ഹൈദരാലി ഒന്നും ഇരിക്കുന്നില്ല, അത് കൊടുത്തവരെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അല്ല ഹൈദരാലിയെ കുറ്റം പറയലെന്ന് മല്ലിക ചേച്ചി പറഞ്ഞത് ഞാൻ കേട്ടു. എന്തായാലും ഇപ്പോൾ മല്ലിക സുകുമാരൻ രാജിവെച്ചിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ വരും മണിക്കൂറിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്മയിൽ ഇന്നലെ നടന്ന കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് ഞാൻ ഒരു വീഡിയോ പ്രഷർ റൂമിലെത്തിക്കും. തികച്ചും ന്യൂസ് എന്ന നിലയിലേക്ക് തന്നെയാണ് ഇനി വണ്ടു ടോക്സിൻ്റെ യാത്ര.